ഒരു സ്ത്രീയുടെയും വിവാഹിതരായ ഭാര്യാഭർത്താക്കന്മാർക്ക് ജനിച്ച കുഞ്ഞാണ് ഊർമിള എന്ന കാര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം പിന്നെ സീതയാകുന്നത് എങ്ങനെ? സീതയും പുത്രി തന്നെ, ഞാൻ പറഞ്ഞില്ലേ, വളർത്തുപുത്രിയാണ് സീത. ഊർമിള സീതയേക്കാൾ ബുദ്ധിമതിയായിരുന്നു എന്നുള്ളതിന് ഭാരതീയ പുരാണത്തിൽ തെളിവുകളുണ്ട്. ഈ രണ്ടുപേരും ഒരുപോലെ അഭിപ്രായപ്പെട്ട ഒരു കാര്യമാണ്, സീതയേക്കാൾ എത്രയോ ഇരട്ടി ബുദ്ധി ഊർമിളയ്ക്കുണ്ടെന്നും സരസ്വതീ ദേവിയുടെ വേദമാതാവായ സരസ്വതീ ദേവിയുടെ മഹാനുഗ്രഹത്തിന് പാത്രീഭൂതിയായ കുഞ്ഞാണ് സീതയേക്കാൾ എത്രയോ പടി മുന്നിലാണ്. ജാജ്വല്യമാനമായ ചിന്താപദ്ധതിയുടെ കാര്യത്തിലായാലും മധുരമായ വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും നിറകുംഭം സ്ഥാപിക്കുന്ന കാര്യത്തിലായാലും ഊർമിള മുന്നിലാണ്. ഇന്നത്തെ സോഷ്യൽ ആയിട്ടുള്ള സാമൂഹികമായ രീതികൾ കണ്ടുവയ്ക്കുമ്പോൾ ഒരു 10 ലക്ഷത്തിൽ ഒരു സ്ത്രീ കാണും പതിവ്രത. അത് ആ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജനകപുത്രി എങ്ങനെ കിട്ടിയെന്ന് പറയണ്ടല്ലോ കഥ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. വളർത്തുപുത്രിയല്ലേ? അതായത് സുനയനയുടെയും, സുനയന എന്നാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയുടെ പേരെന്ന് കിട്ടുന്നു. സുന്ദരമായ കണ്ണുകളോട് കൂടിയവൾ. സുനയനയുടെ കണ്ണുകളിൽ നോക്കിയാൽ തന്നെ അവിടെ ബ്രഹ്മചൈതന്യം തുളുമ്പുമെന്നാണ്, സ്നേഹത്തിൻ്റെ മഹാപ്രഭാവം ഉണ്ടാകുമെന്നാണ്. അല്ലാതെ വേറെ ഒരു ദുഷ്ടവിചാരം അല്ല ആ കണ്ണുകളിലുള്ളത്. കാമത്തെ ഉദ്ദീപിപ്പിക്കുന്ന ചിന്തകളെ എന്ന സ്ഫുരണങ്ങളല്ല ആ സ്ത്രീയുടെ, ആ നാരീരത്നത്തിൻ്റെ കണ്ണുകളിലുള്ളത്. പിന്നെയോ സ്നേഹപ്രവാഹമാണ്, ആത്മീയ ചൈതന്യമാണ്. അത് അപൂർവം ചില സ്ത്രീകൾക്ക് അറിയാൻ പറ്റും. അവരുടെ കണ്ണുകളിൽ നോക്കിയാൽ ബോധമുള്ളവർക്കറിയാം ഇവരെങ്ങനെയുള്ള സ്ത്രീയാണെന്ന്. സ്ത്രീ ലക്ഷണം, സാമുദ്രിക ലക്ഷണം വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിലേക്കൊന്നും കടക്കണ്ട, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പോൾ സുനയനയുടെയും ജനകൻ്റെയും സംഗമത്തിലൂടെ ജനിച്ച കുഞ്ഞെന്ന് പറയുന്നത് യഥാർത്ഥ പുത്രി ആരാണ്? ഊർമിള തന്നെ. സീത ആദ്യത്തെ കുഞ്ഞായത് കൊണ്ട്, അങ്ങനെ കിട്ടിയത് കൊണ്ട് സീത ജനകപുത്രി എന്ന് പറയുന്നതാണ്. യാഥാർത്ഥ്യം വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ, അല്ലേ? ജനകപുത്രി ആരെന്ന് ചോദിച്ചാൽ എൻ്റെ ഭാഷ്യത്തിൽ ഞാൻ പഠിച്ച വിവരമനുസരിച്ച് ഞാൻ പറയും അത് ഊർമിളയാണ്. ആദ്യം കിട്ടിയത് കൊണ്ട്, എടുത്തു വളർത്തിയത് കൊണ്ട് ആ കുഞ്ഞ് അത് ജനകപുത്രി എന്ന് പറയാം. അച്ഛനും അമ്മയും പോലെയാണല്ലോ ജനകനും സുനയൻ്റെയും ഈ സീതയെ വളർത്തിയത്. അത് ശരിയാ, അംഗീകരിക്കാം. പക്ഷേ യഥാർത്ഥ പുത്രി ആരാണ്? ഇനി സീതയാണെന്ന് നിങ്ങൾ വാദിച്ചാൽ ഊർമിളയ്ക്കുള്ള സ്ഥാനം നിങ്ങൾ എങ്ങനെ കൊടുക്കും? ഒരു സ്ത്രീയുടെയും വിവാഹിതരായ ഭാര്യാഭർത്താക്കന്മാർക്ക് ജനിച്ച കുഞ്ഞാണ് ഊർമിള എന്ന കാര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം പിന്നെ സീതയാകുന്നത് എങ്ങനെ? സീതയും പുത്രി തന്നെ, ഞാൻ പറഞ്ഞില്ലേ, വളർത്തുപുത്രിയാണ് സീത. അതാണ് സത്യം. എന്തായാലും അങ്ങനെ ഒരു പുസ്തകം ദാർശനിക നോവലാണ്. അത് എഴുതി പൂർത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ ശിവദർശനം പബ്ലിഷ് ചെയ്യാൻ അബാക്ക് പബ്ലിക്കേഷൻ വന്നതുപോലെ യോഗ്യരായിട്ടുള്ളവരാരെയെങ്കിലും ഊർമിളാദേവി ഇങ്ങോട്ട് പറഞ്ഞു വിടും എൻ്റെ അടുത്തേക്ക്. എന്താണ്? ഊർമിള സീതയേക്കാൾ ബുദ്ധിമതിയായിരുന്നു എന്നുള്ളതിന് ഭാരതീയ പുരാണത്തിൽ തെളിവുകളുണ്ട്. യാജ്ഞവൽക്യ മുനിയുടെ, അതായത് ജനക രാജവംശത്തിൻ്റെ ആചാര്യനായിരുന്നല്ലോ യാജ്ഞവൽക്യ മുനി തന്നല്ലോ. ആ യാജ്ഞവൽക്യ മുനിക്ക് 2 പത്നിമാരുണ്ടായിരുന്നല്ലോ, ഗാർഗി മാതാവും മൈത്രേയിയും ഗാർഗിയും. ഈ 2 മാതാക്കന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ ജനകവംശത്തിലെ വിദൂഷികൾ. ശരിക്കു പറഞ്ഞാൽ നമ്മൾ നന്നായി വേണമെന്ന് പറഞ്ഞ് പഠിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടും. കാരണം യാജ്ഞവൽക്യ മുനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ജനകൻ മഹാപണ്ഡിതനല്ലേ, ജനകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യാജ്ഞവൽക്യ മുനി മറുപടി പറയണമല്ലോ. പക്ഷേ അതിന് പലപ്പോഴും കഴിയാതെ വന്നപ്പോൾ അത് തിരുത്തപ്പെട്ടതും ശരിയായ വിധത്തിൽ പറഞ്ഞു കൊടുത്തതും ഈ 2 പത്നിമാരാണ്. ഇവർ 2 പേരും മഹാതപസ്വിനികളായിരുന്നു.
ഈ രണ്ടുപേരും ഒരുപോലെ അഭിപ്രായപ്പെട്ട ഒരു കാര്യമാണ്, സീതയേക്കാൾ എത്രയോ ഇരട്ടി ബുദ്ധി ഊർമിളയ്ക്കുണ്ടെന്നും സരസ്വതീ ദേവിയുടെ വേദമാതാവായ സരസ്വതീ ദേവിയുടെ മഹാനുഗ്രഹത്തിന് പാത്രീഭൂതിയായ കുഞ്ഞാണ് ഊർമിളാദേവിയെന്നും ഈ രണ്ട് മാതാക്കളും അംഗീകരിച്ചിട്ടുമുണ്ട്. എങ്ങനെ നോക്കിയാലും സീതയേക്കാൾ എത്രയോ പടി മുന്നിലാണ്. ബുദ്ധിയുടെ കാര്യത്തിലായാലും അറിവ് സമ്പാദിക്കുന്ന കാര്യത്തിലായാലും ജാജ്വല്യമാനമായ ചിന്താപദ്ധതിയുടെ കാര്യത്തിലായാലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും മധുരമായ വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും നിറകുംഭം സ്ഥാപിക്കുന്ന കാര്യത്തിലായാലും ഊർമിള മുന്നിലാണ്. അത് പോട്ടെ, അത് ഓരോരുത്തരുടെ കൺസെപ്റ്റാണ്. അപ്പം ഇദ്ദേഹത്തിന് വേറൊരു അഭിപ്രായമായിരിക്കാം ഉണ്ടാകുന്നത്, ഈ ഇരിക്കുന്ന പുരുഷന് വേറൊരു അഭിപ്രായമാണ് ഉണ്ടാകുന്നത്. അതങ്ങനെയാണല്ലോ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരണം, അതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ആ കൃതി അങ്ങനെ ഞാൻ എഴുതിയത്. ഞാൻ പറഞ്ഞു വന്ന അതാണ്. ധന്യ പതിവ്രത നാരി. ഈ പതിവ്രതകളിൽ ഭാരതത്തിൽ കുറേ പേരുണ്ടായിരുന്നു. അതിൽ സീതാദേവി, ഊർമിളാദേവി, ലക്ഷ്മി ഭഗവതി, സരസ്വതി ദേവി, വസിഷ്ഠൻ്റെ ധർമ്മഭക്തിയായ അരുന്ധതി ദേവി, ഇങ്ങനെ തുടങ്ങുന്ന കുറേ നാരീരത്നങ്ങൾ പതിവ്രത രത്നങ്ങളായി പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും കാണും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്കെല്ലാവരെയും ഒരേ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനും പറ്റില്ല. പക്ഷേ അപൂർവത്തിലും അപൂർവമാണ്. 1,00,000 എടുത്താൽ, 1,00,000മോ 10 ലക്ഷമോ എടുത്താൽ അങ്ങനെ പറയാൻ പറ്റും. ഇന്നത്തെ സോഷ്യൽ ആയിട്ടുള്ള സാമൂഹികമായ രീതികൾ കണ്ടുവയ്ക്കുമ്പോൾ 10 ലക്ഷത്തിൽ ഒരു സ്ത്രീ കാണും പതിവ്രത. ഭാരതത്തിലെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏത് സ്ത്രീകളോട് ചോദിച്ചാലും അവർ പറയും ഞാൻ പതിവ്രതയാണ് സ്വാമി, അതിന് സംശയം വേണ്ട. അത് വേറെ കാര്യം, അതവർ പറഞ്ഞോട്ടെ. പക്ഷേ പാതിവ്രത്യം എന്ന് പറയുന്ന ആ വാക്കിനകത്ത് അടങ്ങിയിരിക്കുന്ന അർത്ഥതലം ഉൾക്കൊള്ളും വിധത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾ ശരിക്കു പറഞ്ഞാൽ ധന്യ തന്നെയാണ്. സകല സുഹൃതവും നേടിയവൾ, സകല ഈശ്വരീയ അംശവും ഉൾക്കൊണ്ടവൾ, സത്യത്തെ അറിയുന്നവൾ, ധർമ്മം എന്താണെന്ന് പരിപാലിച്ച് ജീവിക്കുന്നവൾ. അവരുടെ മനസ്സിൽ വേണ്ടത്ര വിചാരങ്ങൾ ഉദിക്കത്തില്ല, പാപങ്ങൾ ചെയ്യത്തില്ല. അവർ ഈശ്വരൻ്റെ പ്രിയപ്പെട്ട പുത്രിയാണ്, സംശയമില്ല. ഭഗവാന്റെ മഹാദേവൻ്റെ വാത്സല്യനിധിയായ പുത്രിയാണ്. അങ്ങനെ തന്നെ ഭഗവാൻ കരുതും ഈ പറയുന്ന വിധത്തിലുള്ള സ്ത്രീകളെ. അപ്പോൾ ധന്യ പതിവ്രത നാരി നാന്യ പൂജ്യ വിശേഷത. ശ്രദ്ധിച്ചു കേൾക്കണം. പതിവ്രതാരത്നമായ സ്ത്രീ ധന്യയാണെന്ന് മാത്രമല്ല, വിശേഷപ്പെട്ട വിധത്തിൽ പൂജിക്കപ്പെടേണ്ടവളുമാണ്. നമ്മൾ ഈ വിശേഷപ്പെട്ട വിധത്തിൽ പൂജ കൊടുക്കുന്നത് ആർക്കാ? ദേവിമാർക്ക് തന്നല്ലോ. സരസ്വതി ദേവിക്ക്, കാളി മാതാവിന്, ലക്ഷ്മി ഭഗവതിക്ക്, ചാമുണ്ടേശ്വരിക്ക്, ദുർഗാംബികയ്ക്ക്, ഇങ്ങനെ പറയുന്ന ബ്രഹ്മത്തിൽ നിന്ന് നേരിട്ട് ആവിർഭവിച്ച നാരീരത്നങ്ങളായ ദേവിമാർക്കാണ് നമ്മൾ വിശേഷപ്പെട്ട വിധത്തിൽ പൂജ കൊടുക്കുന്നത് തന്നല്ലോ. ഇവിടെ 16കാരിയായ നവോഠിയായി വന്നിരിക്കുന്ന പാർവതീദേവിയിൽ നിന്ന് അവതീർണയായ 60 വയസ്സുകാരിയായ മധ്യവയസ്കിയായ അമ്മ പറയുന്നു, പതിവ്രതാരത്നമായ ഭാരത സ്ത്രീകളും ഇങ്ങനെയുള്ള സ്ത്രീകളും ഈ പറയുന്ന ദേവതമാർക്ക് തുല്യം തന്നെ. ദേവതമാർക്ക് കൊടുക്കുന്ന വിശേഷപ്പെട്ട പൂജ ഈ സ്ത്രീകൾക്കും അർഹതയുണ്ട്. അവരും അതുപോലെ തന്നെ ദേവിമാരെ പോലെ തന്നെ. അതാണ് ധന്യ പതിവ്രത നാരി നാന്യ പൂജ്യ വിശേഷത. അടുത്ത് നോക്കണം. പാവനി സർവലോകാനാം. സർവലോകങ്ങളെയും പാവനമാക്കുന്നവളാണവൾ. പാപപങ്കിലമായി കിടക്കുന്ന സർവലോകങ്ങൾക്കും ആ പാപങ്ങളെ പ്രക്ഷാളനം ചെയ്ത് അവിടെ ഈശ്വരീയ ചൈതന്യം നിറയ്ക്കുന്നവളാണ്, പരിശുദ്ധമാക്കുന്നവളാണ് പതിവ്രത രത്നമായ സ്ത്രീ. ധന്യ പതിവ്രത നാരി നാന്യ പൂജ്യ വിശേഷത. പിന്നെയോ പാവനി സർവലോകാനാം. സർവലോകങ്ങളെയും പാവനമാക്കുന്നവളാണ്. ധന്യ പതിവ്രത നാരി നാന്യ പൂജ്യ വിശേഷത പാവനി സർവലോകാനാം സർവപാപൗക നാശിനി.
അതാ കിടക്കുന്നു അടുത്ത കളി. സർവ പാപൗക നാശിനി, സർവ പാപങ്ങളെയും ഇല്ലാതാക്കുവാൻ പതിവ്രതായ രത്നമായ ഒരു നാരിക്ക് കഴിയുമെന്നാണ്. ഉദാഹരണം, ഭർത്താവിന് അസുഖം വന്നു, ഭാര്യ പതിവ്രതയാണെങ്കിൽ, പതിവ്രതയും മഹാദേവ ഭക്തിയുമാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒരു നുള്ളി ഭസ്മമെടുത്ത് മഹാദേവനെ മനസ്സ് സ്മരിച്ചിട്ട് ഭർത്താവിൻ്റെ നെറ്റിയിൽ ഇട്ട് കൊടുത്താൽ അപ്പോഴത് മാറിയിരിക്കും. ഉറപ്പ്, പത്രത്തിൽ എഴുതി തരാം. കാരണം എന്താണ്? പ്യൂരിഫിക്കേഷൻ ഓഫ് ഹർ മൈൻഡ്, അവളുടെ മനസ്സിൻ്റെ ശുദ്ധി. ആ മനോശുദ്ധി മതി തൻ്റെ പ്രാണനാഥനായ ഭർത്താവിനെ രക്ഷിക്കാൻ. അവൾ കൊടുക്കുന്ന ആ ഭസ്മത്തിലല്ല അവിടെ രഹസ്യം ഇരിക്കുന്നത്, അവളുടെ സങ്കല്പശുദ്ധിയിലാണ്. അവളുടെ സങ്കല്പശുദ്ധിയിലൂടെ ഭർത്താവിൻ്റെ രോഗങ്ങളെ മാറ്റാൻ ഭാര്യ ഒരു നുള്ളി ഭസ്മമേ വേണ്ടി ഉപയോഗിക്കേണ്ടി, ഒരു ഡോക്ടറെയും കാണണ്ട, ഒരു ഓപ്പറേഷനും വേണ്ട. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള സ്ത്രീകളില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാവനി സർവലോകാനാം സർവപാപൗക നാശിനി. അതായത് ഇപ്പം ഈ പ്രദേശത്ത് ഒരു പതിവ്രത രത്നമായ സ്ത്രീ ഉണ്ടെന്ന് വിചാരിക്കുക. 7.5 യോജന ചുറ്റളവിലുള്ള സർവ്വപാപങ്ങളെയും അവളുടെ പാദസ്പർശത്തിലൂടെ ഒഴിവാക്കാൻ കഴിയും, പ്രക്ഷാളനം ചെയ്യാൻ കഴിയുമെന്നാണ് ഋഷിമാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. പതിവ്രത എന്ന വാക്ക് 4 അക്ഷരം നമ്മൾ പെട്ടെന്ന് അങ്ങ് ഉപയോഗിച്ച് കളയാം. പക്ഷേ അതിനകത്ത് ഈ ഋഷിമാരെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വിപുലമായ അർത്ഥതലം, 10,000 നിലവിളക്ക് കത്തിക്കുന്ന പ്രകാശം കാണുന്ന ഒരു സ്ത്രീയുടെ മനോശുദ്ധി അനുസരിച്ച് അവൾ പ്രവർത്തിക്കാമെങ്കിൽ, പച്ചും ഉണ്ടും ഉറങ്ങിയും മൈഥുനം ചെയ്തും ജീവിക്കുന്നവർക്ക് എന്ത് പരിശുദ്ധി, എന്ത് ധർമ്മം?